ഇന്ന് പറയാൻ പോകുന്ന ഹദീസ് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. തെരഞ്ഞെടുപ്പൊക്കെയാണ് വരുന്നത്. എല്ലാവരും സ്ഥാനാർത്ഥി നിർണയം, സ്ഥാനാർത്ഥികളുടെ പ്രചരണം, ഈ തിരക്കിലാണ്. അപ്പം ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ് ഇന്ന് പറയുന്നത്. നല്ലൊരു ഉണർത്തലാകും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ വർഷങ്ങൾക്ക്, പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കുറ്റങ്ങളും കുറവുകളൊക്കെ ആ കുപ്പത്തൊട്ടിയിൽ നിന്ന് മാന്തിയെടുത്ത്, പൊടി തട്ടിയെടുത്ത്, ഊതി വീർപ്പിച്ച് ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കൽ തെരഞ്ഞെടുപ്പ് സമയത്താണല്ലോ. ഏതെങ്കിലും ഒരാൾക്ക് ഒരു 10-30 കൊല്ലം മുമ്പുണ്ടായ ഒരു പെണ്ണ് കേസോ എന്തെങ്കിലും അടിപിടി കേസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തൗബ ചെയ്ത് എല്ലാം മറന്നവരാണെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്ത് സജീവമായി അതൊക്കെ എടുത്ത് പ്രചരിപ്പിച്ച് പരസ്പരം ചളിവാരി എറിയുന്ന സ്ഥിതിവിശേഷങ്ങളാണ് പലയിടത്തുമുള്ളത്. സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി കുപ്പായിട്ട് നടന്ന് സ്ഥാനം അർത്ഥിക്കുക, ചോദിച്ചു വാങ്ങുക എന്നതിൻ്റെ അർത്ഥം തന്നെ. സ്ഥാനാർത്ഥി എന്ന സ്ഥാനത്തിലൂടെ മോഹൻലാൽ നല്ല നെയ്യത്തിലാണെങ്കിൽ ഇതൊക്കെ വളരെ നല്ലതും മത്സരിക്കേണ്ടതുമാണ്, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി, അതിനു വേണ്ടി മാത്രം ഒച്ചപ്പാടും ബഹളും അടിയും പിടിയും കച്ചറയാണ് ഇപ്പോൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തോ ആവട്ടെ, മനുഷ്യന് വളരെയധികം പ്രാധാന്യത്തോടെ കാണേണ്ടത് ബന്ധങ്ങളാണ്. നിബിധങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗം ഹജ്ജത്തുൽ വദാഇൽ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറയൊന്നും അല്ല പ്രധാനമായിട്ട് പറഞ്ഞത്. നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അതിനെപ്പറ്റിയാണ് നിബിധങ്ങൾ ഊന്നൽ നൽകി പ്രസംഗിച്ചത്. പരസ്പരം ചോര ചിന്തന മാതിരി തന്നെയാണ് അഭിമാനം ചിന്തുക എന്നുള്ളത്. വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് കീറി മുറിച്ചിട്ട് ചോര പുറത്തി അടിച്ചാൽ ഇത്രത്തോളം മോശത്തരാണ്. അതേമാതിരിയാണ് അവൻ്റെ അഭിമാനം കളയുക എന്നുള്ളത് എന്നൊക്കെ വിടവാങ്ങൽ പ്രസംഗം, ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗം. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞ ഹദീസ്, അഹബിബ് ഹബീബക ഹൗനമ്മ അസാൻ യകൂന ബഗീലക യൗമമ്മ. ഇതിപ്പോൾ ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ ആപ്റ്റാണ്, വളരെ കറക്റ്റാണ് ഈ ഹദീസ്. കാരണം ഇന്ന് ഘടകവിരുദ്ധരായി നമുക്ക് വലിയ ശത്രുതയോട് നിൽക്കുന്ന പാർട്ടി അടുത്ത കുറച്ച് കൊല്ലം കഴിയുമ്പോൾ അവർ തമ്മിൽ സഖ്യമാവും. ഇവർക്കെതിരെ പുസ്തകം എഴുതി ഇവർക്കെതിരെ ഭയങ്കര പ്രചരണമൊക്കെ നടത്തിയിട്ടുണ്ടാവും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഭൗതിക നേട്ടത്തിന് വേണ്ടി ഇവർ ഒറ്റക്കെട്ടായി മാറും. അടുത്ത തെരഞ്ഞെടുപ്പിലാണ് ഒറ്റ ഘടകകക്ഷി, 2 ടീമും. ഇതാ രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇന്നും 1-ാം തീയതിയാണ്, 2-ാം തീയതി ഉണ്ടാവില്ല. ഇന്നത്തെ നാളെ ഉണ്ടാവില്ല, നാളത്തെ വൈകുന്നേരത്ത്, പിന്നെ മറ്റന്നാൾ സുബൈക്ക് മാറിയിട്ടുണ്ടാവും. ഇതാണ് മിക്കവാറും രാഷ്ട്രീയത്തിൻ്റെ ഒരു കഥ. അപ്പോൾ നബിതങ്ങൾ പറയാണ്, അഹബീബ് ഹബീബക്ക ഹൗനമ്മ, എൻ്റെ ഏറ്റവും ഉറ്റ സുഹൃത്താണെങ്കിലും ഒരു ലിമിറ്റ് വെക്കണം എനിക്ക്. കാരണം അസാൻ ഞക്കൂന ബഗീലക്ക യൗമമ്മ, പിന്നെ എപ്പോഴാണ് എൻ്റെ ശത്രുവാകുക എന്ന് പറയാൻ പറ്റൂല. അതേമാതിരി ഏത് കടിയ ശത്രു ആണെങ്കിലും എത്ര അടിപിടിയും കച്ചറുണ്ടാക്കിയ ശത്രുക്കാരൻ, പക്ഷെ നാളെ കാണാൻ സഖ്യാണ്. വബഗിള് ബഗീലക്ക ഹൗനമ്മ, നിന്റെ ഏറ്റവും വലിയ കൊടിയ ശത്രുവാണെങ്കിലും ശത്രുത വെക്കുമ്പോൾ അതിന് ലിമിറ്റ് വെക്കണം. കാരണം അസാൻ ഞക്കൂന ഹബീബക്ക യൗമമ്മ, എപ്പോഴാണോ എൻ്റെ സുഹൃത്താകുക എന്ന് പറയാൻ പറ്റൂല. ഇത് കറക്റ്റായിട്ട് നമുക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ കാണാൻ പറ്റും. നിയമസഭയിലും മറ്റും മറിച്ചൊക്കെ നോക്കിയെന്ന് കാണാൻ പറ്റും. എത്രത്തോളം ശത്രുക്കളായിരുന്നു അവരാണിന്ന് ഭയങ്കര മിത്രങ്ങൾ. പെട്ടെന്ന് അങ്ങോട്ട് മാറും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇന്ന് നമ്മൾ ശത്രുവായി കണ്ട ഒരു വ്യക്തി ചിലപ്പോൾ നാളെ ഓനെ കൂട്ടിപ്പിടിച്ചേണ്ടി വരും. അപ്പോൾ അല്ലെങ്കിൽ ഇന്ന് ഉറ്റ സുഹൃത്തായി കാണുന്ന ആൾ നാളെ ചിലപ്പോൾ നമ്മുടെ ശത്രുപക്ഷത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വർത്തമാനം പറയുമ്പോഴും ഇടപഴകുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിണങ്ങുമ്പോൾ മറക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ ഇണങ്ങുന്ന സമയത്ത് മറക്കാൻ പറ്റിയത് പിണങ്ങണ സമയത്ത് പറയാൻ പറ്റുള്ളൂ ചൊല്ലുണ്ടല്ലോ. പിണങ്ങണ സമയത്ത് വിളിച്ച് പറയാൻ പറ്റാത്തത് ഇണങ്ങണ സമയത്ത് പറയും ചെയ്യരുത്. നമുക്ക് നല്ല ഇണക്കാണ്, അപ്പോൾ എല്ലാം തൊള്ള അങ്ങനെ പറയരുത്. കാരണം എപ്പോഴാണ് പിണങ്ങണമെന്ന് അറിയാൻ പറ്റൂല. പിണങ്ങിയ വാക്ക് വിളിച്ചറിയും. ആ പിണങ്ങുന്ന സമയത്ത് വിളിച്ച് പറയാൻ പറ്റാത്തത് ഇണങ്ങുമ്പോൾ പറയരുത്. അതേപോലെ തന്നെ ഇണങ്ങണ സമയത്ത് മറക്കാൻ പറ്റിയതേ പിണങ്ങണ സമയത്ത് പറയാനും പറ്റുള്ളൂ. ഇപ്പോൾ പിണക്കത്തിലാണ്, ദേഷ്യത്തിലാണ്, ശത്രുതയിലാണെങ്കിൽ എന്തും വിളിച്ച് പറയാം, അത് ചെയ്യരുത്. കാരണം പിന്നെ ഇണങ്ങിക്കഴിഞ്ഞാലും മനസ്സൊന്നും പോല. കത്തിയോണ്ട് മുറിച്ചിട്ടത് അവിടെ ഉപ്പ് വെച്ചാലും മരുന്ന് വെച്ചാലും ഓയിൽമെന്റ് വെച്ചാലും കുറച്ച് നേരം മൂളും, അതാണ് ശരിയായി പോവും, അത് കൂടും.
കത്തി കൊണ്ട് മുറിവേൽപ്പിച്ചത് കൂടിയേക്കാം, നാവ് കൊണ്ട് മുറിവേൽപ്പിച്ചത് ഒരിക്കലും കൂടൂലട്ടോ. ഒരു കവിതയാണ് അറബിയില്. കത്തി കൊണ്ട് മുറിവേൽപ്പിച്ചത് കൂടും, നാവ് കൊണ്ട് മുറിവേൽപ്പിച്ചത് കൂടൂല. കണ്ടാൽ ചിരിച്ചാലും ഉള്ളില് ആ പറഞ്ഞ വാക്കോടെ ഉണ്ടാവും. എന്നാലും അങ്ങനൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ എത്ര കൃത്യമാണ് ഈ ഹദീസ്. നിന്റെ ഏത് ഉറ്റ സുഹൃത്താണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ഒരു ഗ്യാപ്പ് കൊടുക്കണം. കാരണം അഞ്ഞക്കൂന ബഹയുള്ളതൊക്കെ യൗമമ്മ എന്നെങ്കിലും അവൻ്റെ കഠിന ശത്രുവായിട്ട് മാറും. ശരിയാണ്. നമ്മളെ ഉറ്റ സുഹൃത്തുക്കൾ, ചങ്ക് ബ്രോ, ഇന്റിമേറ്റ് ഫ്രണ്ട്, ക്ലോസ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. എന്തെങ്കിലും ചെറിയ കാരണത്തിൽ അവർ ബുദ്ധിയില്ലാത്ത ആൾക്കാർക്ക്, അതുകൊണ്ടാണ് തെറ്റണത്. തെറ്റിയാൽ പിന്നെ തിരിഞ്ഞു നോക്കൂല, പിന്നെ മനുഷ്യനെ ഇങ്ങനെ കുത്താനും പാര വെക്കാനും നടക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഉറ്റ സുഹൃത്താകുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. ഓ നാളെ നിന്റെ ശത്രുവായി മാറിയേക്കാം. പിന്നെ മുത്തുനബി പറയാട്ടോ, കഹൗനമ്മ, നിന്റെ ശത്രുവിനോട് ശത്രുത വെക്കുമ്പോഴും ശ്രദ്ധിക്കണം. അസാഞ്ഞക്കുന ഹബീബക്ക യൗമമ്മ, നാളെ എൻ്റെ ഒറ്റ സുഹൃത്തുക്കളായിരിക്കും. പിന്നെ ഒരു ഭയങ്കര കമ്പനി നടക്കും. ഭയങ്കര ശത്രുക്കളായിരുന്നു, പിന്നെ ഭയങ്കര കമ്പനിയാണ്, അവരൊറ്റക്കെട്ടായി നടക്കും. അതുകൊണ്ട് തന്നെ നീ ശ്രദ്ധിക്കണം. നിന്റെ ബന്ധങ്ങൾ എത്ര സൗഹൃദമാണെങ്കിലും, അതുപോലെ എത്ര ശത്രുതയാണെങ്കിലും, ശത്രുതക്കും അതുപോലെ തന്നെ സ്നേഹത്തിനൊക്കെ ഒരു ലിമിറ്റ്, ഒരു പരിധി വെച്ചിട്ട് കൺട്രോൾ വേണം എന്നർത്ഥം. അതാ പറഞ്ഞത്. പിണങ്ങണ സമയത്ത് എന്തെങ്കിലുമൊക്കെ വിളിച്ചറിയും. നമ്മൾ മുമ്പ് പറഞ്ഞൊക്കെ, പിണങ്ങണ സമയത്ത് വിളിച്ചു പറയാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഇണങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാ രഹസ്യങ്ങളും തുറന്നു വെക്കരുത്. അതേപോലെ തന്നെ ഇണങ്ങണ സമയത്ത് ഭയങ്കര സുഹൃത്തുക്കൾ, അങ്ങനെ പിണങ്ങണ സമയത്തും എൻ്റെ എല്ലാം വിളിച്ച് ജനങ്ങളും ഇവരൊക്കെ വിളിച്ചറിയും. അപ്പം എല്ലാം പറയരുത്. നേരെ മറിച്ചങ്ങനെ തന്നെ പിണങ്ങണ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിര് വിട്ട് പരിധി വിട്ട് വർത്തമാനം പറഞ്ഞാൽ ഇനി നാളെ ഇണങ്ങിയാലും മനസ്സൊന്നും പോല. ഇത് ഇന്ന് പറയാൻ പറ്റിയ സാഹചര്യം ഏതാണ്? നമ്മളെ രാഷ്ട്രീയമാണ്. അതായത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എത്രത്തോളം കഠിന ശത്രുവായിട്ട് കണ്ട് നാളെ കാണാൻ ഒറ്റക്കെട്ടായിരിക്കും. പിന്നെ എഴുതിയതും മറന്നു, പറഞ്ഞതും മറന്നു, പിന്നെ അങ്ങനെ ന്യായീകരിക്കും. ഓൾക്കിപ്പോൾ എന്താ കുഴപ്പം, ഓല ഐഡിയ മാറ്റി അതാക്കി ഇതാക്കി, മറ്റൊരു അങ്ങനെ തന്നെ. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുക. ഇന്ന് രാഷ്ട്രീയം അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. അതേപോലെ മനുഷ്യൻ്റെ കുറ്റങ്ങളും കുറവുകളും എടുത്തു പറയൽ ഈ സമയത്താണ്. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. വളരെ മോശപ്പെട്ട ആൾക്കാരോട് നെവർ റെസ്റ്റ് വിത്ത് പിഗ്സ്, വലിയ ചെല്ലാണ്. ബർണാഡ് ഷോ പറഞ്ഞതാണ്. കാരണം യു ബോത്ത് ഗെറ്റ് ഡേർട്ടി ആൻഡ് ദി പിഗ് ലൈക്സ് ഇറ്റ്. ഒരിക്കലും പന്നികൾ, ആ പന്നിയാളെ കൂടെ എന്താകരുത്, അവരേതായാലും ചളിയിലാണ്, അവരേതായാലും ചളിയിലും ചേറിലും മുങ്ങിക്കൂടി, ഏറ്റവും അത് ഇഷ്ടമാണ്. അതുകൊണ്ട് അതിനെ കല്ലെറിയാൻ പോകരുത്, അവരോട് എതിരാക്കാൻ പോകരുത്. എൻ്റെ മേത്തേക്കും ചളി തെറിക്കും. നെവർ റെസ്റ്റ് വിത്ത്, അവരോട് തർക്കിക്കാനും അവരോട് തിരക്കൂട്ടാനും പോകരുത്. സത്യമാണത്. ചളിക്കുണ്ടിലേക്ക് കല്ലെറിഞ്ഞാൽ നിന്റെ മുഖത്തേക്കും അത് തെറിക്കും. അതുകൊണ്ട് നമ്മൾ ആക്ഷേപഹാസ്യങ്ങൾ ചെറിയുമ്പോഴും അത് ശ്രദ്ധിക്കണം എന്നർത്ഥം. നമുക്കെപ്പോഴും നല്ലത് മൗനവും ക്ഷമയുമാണ്. നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ പോലും പറയരുതെന്ന ഹദീസിൽ എത്ര കൃത്യമാണ് ഹദീസൊക്കെ. പലപ്പോഴും മനുഷ്യന്മാർക്ക് അസൂയും പാരൊക്കെ ഉണ്ടാണ്. അതാണ് സുഹൃത്തുക്കളാകുമ്പോൾ നമ്മളെ മെച്ചം എല്ലാ നേട്ടങ്ങളും പറയും. മുത്തുനബി നിങ്ങൾ പറയാണ്, ഇസ്തഈനു അലാ ഖളായി ഹവായിജികും ബിൽ കത്മാൻ. നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളും എന്തൊക്കെ നിങ്ങൾക്ക് ഉപകാരങ്ങളും എന്തൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവ് ഉണ്ടോ, എന്തൊക്കെ നിങ്ങളെ കാര്യം നേടി കിട്ടിയോ, അതൊക്കെ കൂടി ആൾക്കാരോട് വിളിച്ചു പറയരുത്. കാരണം ഫഇന്ന കുല്ല ദീ നിഅമത്തിൻ മഹ്സൂദ്, മനുഷ്യന്മാരൊക്കെ അസൂയ വെക്കുന്ന ആൾക്കാരായിരിക്കും. എനിക്ക് പെട്ടെന്നൊരു കച്ചവടം നടന്ന് നിനക്ക് പെട്ടെന്നൊരു കോടിൻ്റെ അക്കൗണ്ടിൽ കിട്ടി നിൽക്കുക, ഉദാഹരണം. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയും, ഞാനടാ എനിക്ക് അനുഗ്രഹം പറയാം, നമ്മൾ സുഹൃത്തുക്കളല്ലേ, എനിക്കൊരു സന്തോഷമുണ്ട്. എന്താ, എനിക്ക് പെട്ടെന്ന് എൻ്റെ കടങ്ങളൊക്കെ വീടി എനിക്ക് നല്ല പൈസ, കച്ചവടം നടന്നു, ഭൂമി കച്ചവടം നടന്നു. അല്ലെങ്കിൽ അപ്പുറത്ത് നിനക്ക് വേറൊരു നിരക്കിൻ്റെ എല്ലാ കടം വീടി ഇപ്പോൾ അൽഹംദുലില്ലാ ഒരു 10 കോടി 50 ലക്ഷത്തിന് കിട്ടിയെന്ന് പറഞ്ഞാൽ മറ്റോ പറയും തന്നെ സന്തോഷം അൽഹംദുലില്ലാ എന്നൊക്കെ പറയും. ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കേന്നായിരിക്കും കിട്ടിയല്ലോ എന്നൊരു ദേഷ്യമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നബി നിങ്ങൾ പറയണം, എനിക്ക് കിട്ടിയ നിയമത്തും അനുഗ്രഹങ്ങളും ഇത് മനുഷ്യന്മാർ വിളിച്ചറിയാൻ പാടില്ല. അത്ര കൃത്യമാണത്. ലോകത്തെ ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനാണ് മുത്തുനബിതങ്ങൾ, ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞൻ. നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും നേട്ടങ്ങളും ജനങ്ങളോട് കൂടി വിളിച്ചറിയാൻ നിൽക്കരുത്. കാരണം എന്താ അറിയോ, മനുഷ്യൻ്റെ അവസ്ഥ പുറത്ത് എൻ്റെ മുഖത്ത് നോക്കി ഉഷാറായി എന്നൊക്കെ പറയെങ്കിലും ഫൈന്ന കുല്ലദീ നിഅമത്തിൻ മഹ്സൂദ്, അനുഗ്രഹങ്ങൾ കിട്ടിയ ആൾക്കാർക്ക് അസൂയ വെക്കപ്പെടുന്നവരാണ്. ഉള്ളിൽ പക ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും. എൻ്റെ കുട്ടി ഗൾഫിൽ കണ്ട് പോയതുള്ളൂ, പോയപ്പോൾ തന്നെ എനിക്ക് നല്ല ജോലി കിട്ടിയപ്പോൾ അപ്പുറത്തെ അയലോക്കക്കാരിൻ്റെ അടുത്ത് നിന്നിട്ട്
അല്ലെങ്കിൽ നാത്തൂനെ വിളിച്ചിട്ട് ഇളച്ചിനെ വിളിച്ചിട്ട് പറയും അടി ഒരു സന്തോഷമുണ്ട്, എന്താടി? ഒന്നുമില്ല, മോനാണ് പോയിട്ടുണ്ട്, ഓൻ നല്ല ജോലി കിട്ടി, ഓന് പെണ്ണുങ്ങളെയും കുട്ടികളെ കൊണ്ടുപോകാൻ ഒക്കെ കമ്പനി ഏറ്റെടുത്തിന്, ഓൻ 5 ലക്ഷം 6 ലക്ഷം ശമ്പളം ഉണ്ട്, ഭക്ഷണം കൂടി കൊടുക്കുമല്ലോ, താമസം കൊടുക്കുമല്ലോ. ഇതിങ്ങോട്ട് കേൾക്കുമ്പോൾ മറ്റോളും ഇങ്ങോട്ട് അൽഹംദുലില്ലാ എന്നൊക്കെ പത്തോട്ടം പറയെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഉരുകായിരിക്കും. പിന്നെ എവിടെയെങ്കിലൊക്കെ പാര വെക്കാൻ അസൂയ വെക്കാൻ എന്തിനാ ഓരോ മനസ്സിൻ്റെ സമാധാനം എന്തിനാ നമ്മൾ കളയണത്? നമ്മളെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവരെ സ്വസ്ഥത എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത്? ഏറ്റവും സുഖമായിട്ട് ജീവിച്ചോട്ടെ, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇജ്ജ് ഒറ്റയ്ക്ക് മനസ്സ് വെക്കുക. അസൂയ വെക്കാൻ മനസ്സില്ലാത്ത നിനക്ക് അടുപ്പമുള്ള ഉമ്മയോടോ ഉപ്പയോടോ പറയാം. ജ്യേഷ്ഠാനിയന്മാരോട് പോലും പറയരുത്, എന്നാൽ പറയേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പറയും ചെയ്യാം. പക്ഷെ അധികം കാരണം പരിശുദ്ധ ഖുർആൻ പറയാണ്, ശുദ്ധമായ ഖുർആൻ പറയാണ്, യൂസുഫ് നബി അലൈഹി ഇസ്ലാം സ്വപ്നം കണ്ടു. പരിശുദ്ധ ഖുർആൻ യൂസുഫ് സൂറത്ത് അള്ളാഹു തആല പറയാണ് 4-ാമത്തെ ആയത്താ, ഇത് ഖാല യൂസുഫ് ലിഅബീഹി യാ അബതി ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. യൂസുഫ് നബി വന്നിട്ട് ബാപ്പാനോട് പറയാണ്, യാക്കൂബ് നബിയോട്, മകനും ബാപ്പി നബിയല്ലേ, വാപ്പിച്ച് ഞാൻ ഇന്നലെ അന്തിക്കൊരു സ്വപ്നം കണ്ടു വാപ്പേ. എന്താ മോനെ കണ്ടത്? അപ്പം മകൻ പറയാണ്, യാ അബതി, പെച്ചി, ഇന്നി റഅയ്തു 11 കൗകബാ, ഞാൻ 11 നക്ഷത്രങ്ങളെയും, വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും ഒക്കെ കൂടി എനിക്ക് സുജൂദ് ചെയ്യാം, അതൊക്കെ എൻ്റെ മുമ്പിൽ വന്ന് കുമ്പിടണത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പോൾ വാപ്പ എടുത്തേക്ക് പറഞ്ഞാൽ അറിയോ, മോനെ എൻ്റെ സ്വപ്നത്തിൽ നല്ല വ്യാഖ്യാനമുണ്ട്, എൻ്റെ ഏട്ടന്മാരോട് മുണ്ടരുത്. قال يا بني لا تقصص رؤياك على إخوتك, ഏട്ടന്മാരോട് മുണ്ടരുത് ട്ടോ. فيكيدوا لك كيدا, അവർ നിന്നെ ചതിക്കും, അവർ കുതന്ത്രങ്ങൾ മനയും. إن الشيطان للإنسان عدو مبين, പിശാച് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ്. അനക്ക് ഈ കണ്ട സ്വപ്നത്തിൽ നല്ല വ്യാഖ്യാനമുണ്ട്, അത് നിനക്ക് കിട്ടാൻ പോകുന്ന വരാൻ പോകുന്ന ലാഭങ്ങളും സ്ഥാനലബ്ധിയും നിനക്ക് ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന മഹത്വങ്ങളൊക്കെയാണ് അതിൻ്റെ വ്യാഖ്യാനം. എൻ്റെ മോന് ഒരു കാരണവശാലും എൻ്റെ ഏട്ടന്മാരുടെ ഈ കിനാവിനെ പറ്റി മുണ്ടരുത് ട്ടോ. ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതി, സ്വന്തം ചോരയാണ് എന്നാലും മുണ്ടരുത്. ഫയകീദൂനക കൈദാ, അവർ കുതന്ത്രങ്ങൾ മെനയും. ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. അതാണ് ശമ്പളവും സാമ്പത്തിക വരുമാനമാണ് എല്ലാം കൂടി വിളിച്ചറിയാൻ പാടില്ല. പലപ്പോഴും നമ്മൾ സ്നേഹം സന്തോഷം ഉണ്ടാകുമ്പോൾ കൂടി വിളിച്ചറിയും. അങ്ങനെ ഒരു നിലക്കും അസൂയ ഉണ്ടാകാൻ പാടില്ല. അസൂയ അല്ലാത്ത വിധം മനസ്സ് സംസ്കരിക്കപ്പെട്ട ആൾക്കാരോടൊക്കെ പറയാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ കാരണം മനുഷ്യൻ ബിലോ ആവറേജും എബോ ആവറേജും ആണ്. ലോവർ മെൻറ്റാലിറ്റി നിൽക്കുന്ന ആൾക്കാരോട് പറഞ്ഞാൽ അവർ നെഗറ്റീവായിട്ട് എടുക്കും. ഇതൊക്കെ ഇപ്പോൾ ഈ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാൻ പറ്റിയ ഹദീസുകളാണ്. അള്ളാഹു നമുക്ക് ഇൽമു പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.